ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ലേവ്യ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡിൽ കിടന്നവരെയും കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എന്നിവയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിൽ 19ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ ചിന്തിപ്പണിടയായി തീർന്നു. നാം ഈ സെക്ഷൻ മുതൽ 20ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം മുതൽ നമ്മൾ തുടരുകയാണ്. 20ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്നുള്ളത് അതിക്രമങ്ങൾക്കുള്ള ശിക്ഷാ നിയമങ്ങളാണ്. അവരുടെ സമൂഹ ജീവിതത്തിൽ അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾക്കുള്ളതായ ശിക്ഷാ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ളതായ വിവരണമാണ് 20ാം അധ്യായത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പ്രദേശങ്ങളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ മോലോക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. അവൻ തൻ്റെ സന്തതിയെ മോലോക്കിന് കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ദൈവപാത വിട്ട് പോകുവാനായിട്ട് മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ അർപ്പിക്കുന്നവർക്കുള്ള ശിക്ഷയുടെ കാര്യമാണ് പറയുന്നത്. അവൻ തൻ്റെ സന്തതിയെ മോലോക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ച് കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലോക്കിനോട് പ്രസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിന് നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പ്രസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവരുടെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയും. അയാൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. അതാണ് വചനം പറയുന്നത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മൾ മറ്റൊരാളെ ശുദ്ധീകരിക്കാനും പോകേണ്ട, നമ്മൾ വേറെ ആളെ ശുദ്ധീകരിക്കാൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ശുദ്ധീകരിക്കുക. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നമ്മളെ സൂക്ഷിക്കുക. ഇപ്പൊക്കെ ശുദ്ധീകരിക്കുക ദൈവത്താൽ നടക്കും. വചനം പറഞ്ഞ് നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മാതാപിതാക്കളെ കുറ്റം പറയുന്ന, പരിഹസിക്കുന്ന, ശപിക്കുന്ന മക്കളുണ്ട് അല്ലേ? എന്നാലും അവരെന്ത് ചെയ്യണം? അപ്പനെയും അമ്മനെയും ശപിച്ചാൽ എന്ത് സംഭവിക്കേണ്ടതും അവർ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് മാതാപിതാക്കളെ വലിയ പേടിയൊന്നുമില്ല. അവരെന്തും വിളിച്ചു പറയും. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തതി അവൻ്റെ അപ്പനെയോ അമ്മയോ ശപിച്ചാൽ അവന് മരണശിക്ഷയാണ്. അവൻ അപ്പനെയും അമ്മയെ ശപിച്ചു, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. ഒരുത്തിൻ്റെ ഭാര്യയുമായി വിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വിചാരം ചെയ്യുന്ന വിചാരണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പൻ്റെ ഭാര്യയോട് കൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരുത്തൻ മരുമകളോടുകൂടെ ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവർ നികൃഷ്ടകർമ്മം ചെയ്തു, അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. സ്ത്രീയോട് കൂടെ ശയിക്കുന്ന പോലെ ഒരുത്തൻ പുരുഷനോട് കൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്ത് അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. സ്ത്രീയോട് കൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോട് ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു, അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരു പുരുഷനൊരു സ്ത്രീയെയും അവരുടെ അമ്മയെയും പരിഹരിച്ചാൽ അത് ഇടയിൽ ദുഷ്കർമ്മം ഇല്ലാതിരിക്കണമെന്ന് അവനെയും അവരെയും തീയിലിട്ട് ചുട്ട് കളയണം. ഒരു പുരുഷൻ മൃഗത്തോടുകൂടെ ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം, അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരു പുരുഷൻ തൻ്റെ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ തൻ്റെ സഹോദരിയെ പരിഗ്രഹിച്ച് നഗ്നത കാണുകയും അവൻ്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം. അവരുടെ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സംഹരിച്ചു കളയണം. അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവൻ തൻ്റെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോടുകൂടെ ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രവം അനാവൃതമാക്കി അവളും തൻ്റെ രക്തസ്രാവം അനാവൃതമാക്കി ഇരുവരെയും അവരുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. നിൻ്റെ അമ്മയുടെ സഹോദരിയുടെയോ അപ്പൻ്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. അങ്ങനത്തവൻ
തൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയെ അനാവൃതയാക്കുന്നുവല്ലോ. അർത്ഥങ്ങളെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഇളയപ്പൻ്റെ വരവോടെ ശയിച്ചാൽ അവൻ ഇളയപ്പനെ അനാവൃതമാക്കി അവർ തങ്ങളുടെ പാവം വഹിക്കും. അവർ സന്തതിയില്ലാത്തവരായി മരിക്കണം. ഒരുത്തൻ സഹോദരൻ്റെ ഭാര്യയെ പരിഹരിച്ചാൽ അത് മാലിന്യം. അവൻ സഹോദരനെ അനാവൃതമാക്കി അവർ സന്തതിയില്ലാത്തവരായി ആയിരിക്കണം. അയാൾ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിക്കാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും ചില വിധികളും പ്രമാണിച്ച് ആചരിക്കണം. ഉണ്ടോ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനായിട്ട്, ആ ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിക്കുവാനായിട്ട് നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും ചില വിധികളും പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കുമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കണമെന്ന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ ഹോവയാകുന്നു. ആയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്തെഴുന്ന യാതൊരു ജന്തുവിനെക്കൊണ്ടും നിങ്ങൾ തന്നെ അറപ്പാക്കരുത്. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയെ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഈ പുസ്തകത്തിലെ പല ഭാഗത്തായി കാണുന്ന ഒരു വചനമാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നതിനാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അടുത്തത്, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് എന്തിനു വേണ്ടി ദൈവം വേർതിരിച്ചത്? ദൈവത്തിന് ഉള്ളവർ ആയിരിക്കുക എന്നുള്ള ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തിനുള്ളവരാകണമെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ജാതിയിൽ നിന്ന് വേർതിരിച്ച് ദൈവം സ്വന്തം ജനമാക്കിയതുപോലെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി സകല ജാതികളിൽ നിന്നും ഒരു ഗ്രൂപ്പിലെ യഹൂദന്മാരിൽ നിന്നും ജാതിയിൽ നിന്നുള്ള ഒരു കൂട്ടത്തെ കർത്താവ് തനിക്കായി വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. അവരാണ് നാം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിനുള്ളവരായി ജീവിക്കാനുള്ളവരെയാണ്. വെളിച്ചപ്പാടോ മന്ത്രവാദമുള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. അടുത്ത 21-ാം അധ്യായമാണ്. 21-ാം അധ്യായത്തിൻ്റെ പ്രധാന വിഷയമെന്നുള്ളത് 21-ാം അധ്യായം 22-ാം അധ്യായത്തിലും പ്രധാനപ്പെട്ട വിഷയം പുരോഹിതന്മാരുടെ പെരുമാറ്റ നിയമങ്ങളാണ്. 21-ാം അധ്യായവും 22-ാം അധ്യായവും ആ ഒരു വിഷയത്തെ ബേസാണ് പോകുന്നത്. നമുക്ക് അപ്പം നോക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടതെന്നാൽ പുരോഹിതൻ തന്റെ ജനത്തിൽ ഒരുവന്റെ ശവത്താൽ തന്നെ മലിനമാക്കരുത്. എന്നാൽ തൻ്റെ അമ്മ, അപ്പൻ, മകൻ, മകൾ, സഹോദരൻ, തനിക്ക് അടുത്തവളും ഭർത്താവില്ലാത്ത കന്യയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റചാർച്ചക്കാരാൽ അവന് മലിനമാകാം. അവൻ തന്റെ ജനത്തിന് പ്രമാണിയായിരിക്കാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത്. അവർ തലമുടി പഠിക്കുകയും താടിയുടെ അറ്റം കത്തിരിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത്. തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധമാരായിരിക്കണം. അത് പുരോഹിതന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. നാം രാജകീയ പുരോഹിതവർഗമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. രാജകീയ പുരോഹിതവർഗമാണ്. രാജകീയ പുരോഹിതവർഗമാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായി ജീവിക്കണമെന്നുള്ളതാണ് ഉത്തരവാദിത്വം. നമ്മൾ അതിൽ നിന്നൊരിക്കലും വ്യതിചലിച്ച് പോകരുത്. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം. വേശ്യയെയോ ദുർനിരപ്പുകാരത്തെയോ അവർ വിവാഹം കഴിക്കരുത്. ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞോളെയും വിവാഹം കഴിക്കരുത്. അവൻ നിന്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായി ഞാൻ വിശുദ്ധനാകുന്നു. പുരോഹിതൻ്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിലിട്ട് ചുട്ടുകളയണം. പുരോഹിതന്മാരുടെ മക്കൾക്കുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർ ദൈവമായിട്ട് പോയാലേ അവരെ തീയിലിട്ട് ദഹിപ്പിച്ച് കളയാനാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഗൗരവമുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് പുരോഹിത ശുശ്രൂഷയെ യഹൂദന്മാർക്ക് ഇവിടുത്തെ പ്രമാണത്തിൽ യഹൂദന്മാരിലുള്ള ബന്ധത്തിൽ കാണുന്നത്. അടുത്തത്, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ ഒരു തലമുടി പിച്ചിപ്പറിക്കുകയോ വസ്ത്രം കീറുകയോ അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും അരുത്. ഇവിടെ നിങ്ങൾക്കറിയാം, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായവൻ തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ
തങ്ങളുടെ തലമുടി എന്ത് ചെയ്യരുത്? പിച്ചി പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുത്. നമുക്കറിയാം കർത്താവായ യേശുവിൻ്റെ ന്യായവിസ്താര സമയത്ത് മഹാപുരോഹിതൻ എന്ത് ചെയ്തിട്ടുണ്ട്? വസ്ത്രം കീറിയില്ലേ? അവൻ്റെ പ്രമാണത്തിൽ ഇങ്ങനെ ഉണ്ടായത്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത്, അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു. ഈ സംസ്കാരം എന്ന പദത്തിന് ചില തർജ്ജമയിൽ കിരീടമെന്നാണ്. അങ്ങനെയെങ്കിൽ അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ കിരീടം അവൻ്റെ തലമേലിരിക്കുന്നു. അത് ആ അഭിഷേക തൈലത്തെ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല? മലിനമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ കാലഘട്ടങ്ങളിൽ അഭിഷേകം ചെയ്യുന്നത് രാജാവായിട്ട് വിരോധനായിട്ട് അഭിഷേകം ചെയ്യുന്നത് വലിയ ഒരു പദവിയാണ്. ഇന്ന് നമുക്കറിയാം ദൈവജനത്തെ കർത്താവ് ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. മനുഷ്യരുണ്ടാക്കി ദൈവത്തിൻ്റെ നിയമപ്രകാരം മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്തവന് ഉള്ള പ്രസക്തിയേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പെട്ടവർ. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾ തന്നെ മലിനമാക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ യഹോവയാകുന്നു, കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത്. ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയുടെ അരുളി ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടതെന്നാൽ എൻ്റെ സന്തതിയിൽ അംഗഹീനനായവൻ എൻ്റെ ദൈവത്തിൻ്റെ ബോധനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്ത് വരരുത്. കണ്ടോ, അവിടെ വികലാംഗരായ ഒരു വ്യക്തിക്ക് ഈ യാഗം അർപ്പിക്കാനുള്ളതായ ഒരു പ്രമാണം കൊടുത്തിരിക്കുന്നത്. അത് പുരോഹിതന്മാരുടെ സന്തതിയിൽ അങ്ങനെ യാതൊരുത്തിനും അടുത്ത് വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരായിരുത്. പുരോഹിതനായ അഹരോന്റെ സന്തതിയിൽ അംഗഹീനായ ഒരുത്തിനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുവാൻ അടുത്ത് വരരുത്. അവൻ അംഗഹീനൻ, അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്ത് വരരുത്. തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശ്ശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിങ്കിൽ അടുത്ത് വരികയും അരുത്. അവൻ അംഗഹീനനല്ലോ. അവൻ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. മോശെ അഹരോനോടും പുത്രന്മാരോടും എല്ലാം ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. അടുത്ത അധ്യായം 22-ാം അധ്യായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. 22-ാം അധ്യായം എന്താണ്? ഈ പുരോഹിതന്മാരുടെ നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവൻ്റെ പുത്രന്മാരും സൂക്ഷിച്ചു നിൽക്കണമെന്ന് ഞാൻ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കിയിരുന്നവരോട് പറയണം. ഞാൻ യഹോവയാകുന്നു. നീ അവരോട് പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളയണം. ഞാൻ യഹോവയാകുന്നു. അഹരോൻ്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായി യാതൊന്നെങ്കിലും തൊടുന്നവനും വിജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു രജാതിയെങ്കിലും വല്ല അശുദ്ധിയുമായി ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടു തീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അദ്ദേഹം വെള്ളത്തിൽ കഴിയുന്നതല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും. പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം. അത് അവൻ്റെ ആഹാരമല്ലോ. താനെ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനെയും തിന്നിട്ട് താൻ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്തിരിപ്പാൻ അവ പ്രമാണിക്കണം. ഉണ്ടോ, ദൈവം വളരെ ഞാൻ യഹോവയാകുന്നു. ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്തിരിപ്പാൻ അവ പ്രമാണിക്കണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി പോകരുത്, ഗൗരവത്തോടെ കാണേണ്ടതാണ്. കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. അതിനകത്ത് നിന്നിരിക്കുന്നവൻ എൻ്റെ ഉത്തരവാദി എന്ന് സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, വചനം ഭയത്തോടെ സ്വീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമാണ്. ബഹുമാനത്തോടെ ദൈവത്തെ സേവിക്കേണ്ടതാണ്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ അടുക്കൽ വന്നു പാർക്കുന്നവനും കൂലിക്കാരനും
വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ ഒരുവത്തിനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം. ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം. പുരോഹിതൻ്റെ മകൾ അന്യകുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളായി സന്തതിയില്ലാതെ അപ്പൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പൻ്റെ ആഹാരം ഭക്ഷിക്കാം. എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. ഇവിടുത്തെ അബദ്ധവശാൽ വിശുദ്ധ സാധനങ്ങളും ഭക്ഷിച്ചു പോയാൽ വിശുദ്ധ സാധനം 5-ൽ 1 അംശം കൂട്ടി പുരോഹിതന് കൊടുക്കണം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത്. അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിൻ്റെ കുറ്റം വരുത്തരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിലുള്ള പ്രദേശങ്ങളിലോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധദാനങ്ങളാകട്ടെ ഇവയിൽ ഏതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം. യാഗം അർപ്പിക്കുന്നത് നല്ല കാര്യമാണ്. യാഗം അർപ്പിക്കുന്നത് ശ്രദ്ധിക്കണമായിരുന്നാണ്. അത് ഊനമില്ലാത്തതായിരിക്കണം. യഹോവയ്ക്ക് പ്രസാദമുള്ളതായിരിക്കണം. അതിന് നീ ഒരു കുറവും ഉണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സുമനദാനമായിട്ട് അർപ്പിക്കാം. എന്നാൽ നേർച്ചയായിട്ടത് പ്രസാദമാകുകയില്ല. വധി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളെ ദേശത്ത് ചെയ്യരുത്. അന്യ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ളത് ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിന് ഭോജനമായിട്ട് അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. അർപ്പിക്കുന്നതിൽ എന്ത് വരാൻ പാടില്ല? കേടും കുറവൊന്നും വരാൻ പാടില്ല. വന്നാൽ നമുക്ക് എന്ത് ലഭിക്കുകയില്ല? പ്രസാദം ലഭിക്കയില്ല. വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത് നിന്നാൽ, ഒരു കാളയെയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കലിരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായ പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തവണ്ണം അർപ്പിക്കണം. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുമെന്ന് അർപ്പിക്കണം. അപ്പോൾ നമ്മൾ സ്തോത്രയാഗം അർപ്പിക്കുമ്പോഴും അത് അരനൊക്കെ ഇതിന് പ്രസാദകരമായിരിക്കണം. ഇപ്പോൾ സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രത്തിന് വ്യവസ്ഥയിൽ സ്തോത്രം പറയാൻ കഴിയണം എന്നുള്ളതാണ്. അന്ന് തന്നെ അതിന് തിന്നണം. രാവിലെ വരെ അതിലൊട്ടും ശേഷിപ്പിക്കരുത്. ഞാൻ യഹോവയാകുന്നു, ആകയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ യഹോവയാകുന്നു, എൻ്റെ വിശുദ്ധനാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നിങ്ങൾക്ക് ദൈവമായിരിക്കണമെന്ന് മിസ്രൈം ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവ ആകുന്നു. 23-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? യഹോവയുടെ ഉത്സവങ്ങളെക്കുറിച്ചുള്ളതായ അറിയിപ്പുകളാണ്. 23-ാം അധ്യായം മുഴുവനായിട്ട് പറയുന്നത് യഹോവയുടെ ഉത്സവങ്ങളെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അതിൽ ശബത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. 3-ാം വാക്യം വരെ ശബത്തിനെ കുറിച്ചാണ്. 5-ാം വാക്യം വരെ പെസഹ പെരുന്നാളിനെ കുറിച്ചാണ്. 8-ാം വാക്യം വരെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനെ കുറിച്ചാണ്. 14-ാം വാക്യം വരെ ആദിഫലക്കറ്റയുടെ പെരുന്നാളിനെ കുറിച്ചാണ് പറയുന്നത്. 22-ാം വാക്യം വരെ വാരോത്സവത്തെക്കുറിച്ച് പറയുന്നു. 25-ാം വാക്യം വരെ കാഹളധ്വനി പെരുന്നാളിനെ കുറിച്ച് പറയുന്നു. പാപപരിഹാര ദിനത്തെക്കുറിച്ച് 32-ാം വാക്യം വരെ പറയുന്നു. 34-ാം വാക്യം വരെ കൂടാര പെരുന്നാളെ കുറിച്ച് പറയുന്നു. അപ്പോൾ പെരുന്നാളെക്കുറിച്ചുള്ളതായ ഒരു വിവരണമാണ് 23-ാം അധ്യായത്തിൽ. നമുക്ക് ഓരോന്നായി വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയുന്നത്, എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്നൊരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്താകുന്നു. അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. നിങ്ങൾ 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം. സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത്, നീ ഇസ്രായേൽ മക്കളോട് പറയണതെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കണമെന്ന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബ്ബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്തൊരു ആണാട്ടിൻകുട്ടിയെ അർപ്പിക്കണം. അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത് 2 ഇടങ്ങഴി നേരിയ മാവ് ആയിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനുള്ള ദഹനയാഗം. അതിൻ്റെ പാനീയാഗം 1 നാഴി വീഞ്ഞായിരിക്കണം. നിങ്ങൾ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങൾ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കും. അപ്പോൾ ഇത് ആദ്യത്തെ കറ്റ വിളവെടുപ്പുള്ള ബന്ധത്തിൽ ആദ്യപോലെ കറ്റയുടെ പെരുന്നാളായിട്ട് കണക്കാക്കുകയാണ്. അത് ആ ഓരോ സീസണിലും ആദ്യത്തെ വിളവെടുപ്പാർക്കുള്ള ദിവസത്തിൽ കൊണ്ടുവരണം. ശബ്ബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബ്ബത്ത് തികയണം. 7ാമത്തെ ശബ്ബത്തിന്റെ പിറ്റേന്നാൾ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിൻ്റെ 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പത്തോടുകൂടി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടിൻകുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജനയാഗവും പാനീയാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം. 1 കൊലാട്ടുകൊറ്റനെ പാപയാഗമായും 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായി അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അപ്പോൾ പുരോഹിതന് വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അന്ന് തന്നെ നിങ്ങൾ വിശുദ്ധ സഭായം വിളിച്ചു കൂട്ടണം. സാമാന്യ വില യാതൊന്നും ചെയ്യരുത്. ഇത് നിങ്ങൾ സകല സ്ഥലങ്ങളിലും തലമുറയായി നിങ്ങൾ ഉള്ള ചട്ടമായിരിക്കണം. നിലത്തിൻ്റെ വിളവ് എടുക്കുമ്പോൾ വയലിൻ്റെ അരികിച്ച് തീർത്ത് കൊയ്യരുത്. കാല പെറുക്കുകയുമരുത്. അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായവുമുള്ള സ്വസ്ഥ ദിവസമായിരിക്കണം. അന്ന് സാമാന്യ വില യാതൊന്നും ചെയ്യരുത്. യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസം ആകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായം ഉണ്ടായിരിക്കണം. ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണമെന്നുള്ള പാപപരിഹാര ദിവസം. ആത്മതപനം ചെയ്യാത്ത ഏവനെയും ജനത്തിൽ നിന്ന് ചോദിച്ചു കളയണം. അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവരുടെ ജനത്തിനിടയിൽ നശിപ്പിക്കും. യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങൾക്ക് തലമുറയായി നിങ്ങൾ സകല സ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബ്ബത്ത്. നിങ്ങൾ ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭായകം ഉണ്ടാകണം. അന്ന് സാമാന്യ വില യാതൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം. അന്ന് അന്ത്യസഭായോഗം സാമാന്യ വില ഒന്നും ചെയ്യരുത്. യഹോവയുടെ ശബ്ദങ്ങളും നിങ്ങളുടെ വഴിപാടുകളും എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സംവിധാനങ്ങളും കൂടാതെ അത് ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാനീയാഗവും അർപ്പിക്കുന്നതിന് വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടെന്ന യഹോവയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ. ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത, 8-ാം ദിവസം വിശുദ്ധ സ്വസ്ഥത. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. സംവത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം. ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7-ാം മാസത്തിൽ ഇത് ആചരിക്കണം. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. കണ്ടോ, ഓരോ കാര്യങ്ങളും
ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. ആ വ്യവസ്ഥ പാലിച്ച് അവയെ സേവിക്കുന്ന അനുസരിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരും. ആ കൽപ്പന ലംഘിക്കുന്നവർക്ക് അത് ശിക്ഷക്കാരമായി തീരും. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദിവസങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുള്ളതായ കാര്യങ്ങളെല്ലാം ദൈവം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഗിരിപ്രഭാഷണങ്ങളിൽ കർത്താവ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാതെയുള്ള സുവിശേഷങ്ങളിൽ കർത്താവ് കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോസ്തലന്മാർ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായി ഒരുവൻ കുടുംബത്തിലെങ്ങനെ, സമൂഹത്തിലെങ്ങനെ, സഭയിലെങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തൊഴിൽശാലയിൽ എങ്ങനെയായിരിക്കണം, യജമാനോട് എങ്ങനെ ഇടപെടണം, ദാസനോട് എങ്ങനെ ഇടപെടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മക്കളെങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാം അതെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നാം അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നാം ദൈവത്തിന് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ബന്ധത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ പ്രമാണം അനുസരിച്ച് നമുക്ക് ദൈവത്തെ എത്രമാത്രം വിശ്വസ്തയോടെ സേവിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മളിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ശാന്തമായി ചിന്തിക്കാനുള്ളൊരു സമയം കൂടെ ആയിട്ട് വിനിയോഗിക്കും. കർത്താവിനെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സംസാരിക്കാനിടയായിത്തീർന്നു. ഞങ്ങൾക്കും ലഭിച്ച പ്രമാണത്തിനനുസൃതമായി നിലകൊള്ളുവാനുള്ള കൃപ നൽകപ്പെടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുത്തതിന് ശേഷം വ്യതിചലിച്ചു പോയവരെ കർത്താവ് ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ, മടങ്ങി വരുവാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും നിന്റെ സന്നിധാനത്തിൽ നിന്നോട് ചേർന്ന് ജീവിപ്പാനായിട്ട് തീരുമാനമെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിന്നെ വിശ്വസിപ്പാൻ, നിന്നെ അംഗീകരിപ്പാൻ, നിന്റെ മകനായ മകളായി തീരുവാൻ ഇവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. വചനം പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുപോലെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശങ്ങൾ ശ്രമിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരമ ചെറിയ സൂക്ഷിക്കണേ. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നൽകിക്കൊണ്ട് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.